പെൺകുട്ടികളുള്ളവർ. ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാകുന്നത് മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ്. ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവാന്ന് പറഞ്ഞാൽ. കാരണം യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു മക്കളെ കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ഇനാഥൻ, ചിലർക്ക് അല്ലാഹു പെൺകുട്ടികളെ കൊടുക്കും എന്ന് പെൺകുട്ടിന്റെ കാര്യം ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു ആൺകുട്ടികൾ, പിന്നെ പറഞ്ഞു പെൺകുട്ടികൾ മാത്രം കൊടുക്കും ചിലർക്ക്, ആൺകുട്ടികൾ മാത്രം കൊടുക്കും. ഔ യുസവ്വിജുഹും ദുഖറാനം വ ഇനാഥ, ചിലർക്ക് ആൺകുട്ടിയും പെൺകുട്ടികളും കൊടുക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ ചില രീതികളാണ്. പക്ഷേ പെൺകുട്ടികൾ, മൻ കാന ലഹു സലാസു ബനാത്തിൻ, പെൺമക്കളെ വളർത്തുന്നത് വലിയൊരു ചാലഞ്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവർ ഹൈസ്കൂൾ പ്രായക്കായി കഴിഞ്ഞാൽ, ഒരു +1 +2 ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയമായാൽ പാപ്പമാർക്ക് ഉപ്പമാർക്ക് ബേജാറാണ്, ടെൻഷനാണ്. നമ്മളെ മക്കൾ ആരെങ്കിലും വഴിപഴപ്പിച്ച് കൊണ്ടുപോകോ, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കോ, എവിടെ കൊണ്ടുപോയി വളർത്തും, എങ്ങനെ ഇവരെ പഠിപ്പിക്കും? പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ്, പക്ഷെ നമ്മുടെ ക്യാമ്പസുകൾ എന്താണ്, ഇതിന്റെയൊക്കെ അവസ്ഥകൾ വളരെ ഭീതിതമല്ലയോ, പ്രയാസകരമല്ലയോ? അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് സ്വാഭാവികമായും ഒരു പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മൻ കാന ലഹു സലാസു ബനാത്തിൻ ഫസബറ അലൈഹിന്ന, 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ മക്കളെ ക്ഷമയോടുകൂടെ വളർത്തുകയും വഅത്അമഹുന്ന, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും, വസഖാഹുന്ന, അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും, വകസാഹുന്ന മിൻ ജിദ്ദതിഹി, തന്റെ ഹലാലായ സമ്പത്തിൽ നിന്ന്, മിൻ ജിദ്ദതിഹി, സമ്പത്തിൽ നിന്ന് ആ മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ, കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ 3 മക്കളും പിതാവിന് നരകത്തിൽ നിന്ന് തടയാവുന്ന, നരകത്തിൽ നിന്ന് മറയായി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്വബറ അലൈഹിന്ന, പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞെടുത്ത് നബി തങ്ങൾ പറയുന്നു, ഫസ്വബറ അലൈഹിന്ന, ആ പെൺകുട്ടികളുടെ വിഷയത്തിൽ ക്ഷമ പാലിച്ചു അവരെ വളർത്തുക. കാരണം വലിയ പ്രയാസമുള്ള സമയമാണ്. നമ്മുടെ കാലഘട്ടം ആലോചിച്ച് നോക്കൂ. മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. മുമ്പുള്ള പോലെയുള്ള പേടിയല്ല ഇന്നത്തേത് ദാരിദ്ര്യത്തിന്റെ പേടിയല്ല. നമ്മുടെ പേടി നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമോ എന്ന പേടിയാണ്. പെൺകുട്ടികളെ വളർത്തുന്നത് വലിയ പ്രയാസമുള്ള സമയമാണിപ്പോ. പെൺമക്കൾ അവരാലോചിക്കണം അവരുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഖൽബുകളിലെ ടെൻഷൻ എത്രയാണ് എന്ന്. അതുകൊണ്ട് 3 പെൺമക്കളുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള താക്കോല് കയ്യിൽ കിട്ടിയെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ മക്കളെ വളർത്തിയാൽ കൂലിയാണ്. നരകത്തിൽ നിന്ന് മറയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊരു കാര്യം സാന്ദർഭികമായിട്ട് പറയണേ, 10ാം ക്ലാസ് പാസ്